ഹലോ ഗായ്സ്, ഞാൻ മേഴ്സി. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഒരു H1B വിസയെ പറ്റിയാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു ആ വിസയെ പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ പറയണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്താൽ ഇതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹമുള്ള അല്ലെങ്കിൽ H1B വിസയ്ക്ക് വരണമെന്ന് പഠിച്ചിട്ടുള്ള ആഗ്രഹിക്കുന്ന നേഴ്സുമാർക്കൊക്കെ ഇതൊരു ഉപകാരപ്പെടുവാണെങ്കിൽ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പിടിക്കുന്നത്. അപ്പം എന്താണ് H1B വിസ? H1B വിസ എന്ന് പറഞ്ഞാൽ നോൺ എമിഗ്രൻറ്റ് വർക്ക് വിസയാണ്. നമുക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാം, പക്ഷേ സ്ഥിര താമസമാക്കാൻ പറ്റില്ല. ഇത് 3 ഇയേഴ്സിലോട്ടാണ് നമുക്ക് ഈ വിസ അടിച്ച് കിട്ടുന്നത്. അത് നമുക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാം. അടുത്ത 3 ഇയറിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 6 ഇയറിലോട്ട് ആക്കാം. പക്ഷേ സാധാരണ നമ്മൾ H1B വിസയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയർ, നമ്മളിപ്പോൾ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്യുന്ന നല്ലൊരു ഹാർഡ് വർക്ക് നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ തന്നെ നമുക്കുള്ള ഈ EB3 വിസയിലോട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. EB3 വിസ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് റെസിഡൻറ്റ് വിസ, അതായത് നമ്മുടെ ഗ്രീൻ കാർഡ് വിസ. അപ്പം ഗ്രീൻ കാർഡ് വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ നമുക്ക് 3 മന്ത്സ് ആയാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വൺസ് നമുക്കൊന്ന് I-140 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ സ്പൗസിനും വർക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ സ്പൗസിന് ഒരിക്കലും വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് H1B വിസയുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇവർക്ക് ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഓതറൈസേഷൻ ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ I-140 ഡോക്യുമെൻ്റ് കിട്ടിയിരിക്കണം നമുക്ക്. അത് പിന്നെ കിട്ടാനാണ് ഞാൻ പറഞ്ഞത്. ഗ്രീൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പം ആ പ്രോസസ്സിങ് എല്ലാം ചെയ്ത് അതെല്ലാം നമ്മുടെ എംപ്ലോയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊന്നും അറിയേണ്ട കാര്യമില്ല. അതിൻ്റെ ചാർജും ഈ എംപ്ലോയർ തന്നെ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് പിന്നെ എല്ലാം കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മുടെ സാലറിയിൽ നിന്ന് അവർ ചിലപ്പം അത് കട്ട് ചെയ്തോളും. അപ്പം നമുക്ക് വന്ന് 3 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ഈ വിസയ്ക്കുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം. എന്നിട്ട് മാത്രമേ ഹസ്ബൻഡിന് അല്ലെങ്കിൽ വൈഫിന്, നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഡിപ്പെൻഡൻറ്റുമാർക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. കുട്ടികളെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് 21 വയസ്സ് താഴെയുള്ള കുട്ടികളെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ അവർക്ക് 12ാം ക്ലാസ് വരെ മാത്രമേ ഫ്രീ എഡ്യൂക്കേഷൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ പൈസ കൊടുത്ത് വേണം അവരെ പഠിപ്പിക്കാനായിട്ട്. ഇവിടെ കോളേജൊക്കെ നല്ല ഫീസ് കൊടുക്കണം. അമേരിക്കയിലെ എഡ്യൂക്കേഷൻ ശരിക്കും എക്സ്പെൻസീവാണ് ആഫ്റ്റർ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഹസ്ബൻഡ് ആയാലും ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ജോലി ഒരു പ്രൊഫഷൻ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ പോലും ഇപ്പം നമ്മുടെ ഹസ്ബൻഡിനെ കൊണ്ടുവന്നാൽ H1B വിസയിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ മെയിൻ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയാം, ഇത് ഓരോ രാജ്യത്തും 65,000 വിസയാണ് ഇഷ്യൂ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. ഒരു രാജ്യത്തിൽ ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷനുള്ള അവർ കൊടുത്തിരിക്കുന്ന കൊട്ട പിന്നെ എന്ന് പറയുന്നത് ഒരു കോട്ട. ഈ ഓരോ രാജ്യത്തിനും 60,000 വിസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് 65,000 കോട്ടയാണ് ഉള്ളത് എങ്കിലും നമ്മുടെ അവിടെ കിടക്കുന്നത് ഒരു 3 ലക്ഷത്തിലധികം ആപ്ലിക്കേഷൻസ് ആണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് ഓരോ വർഷത്തിലും. അപ്പം നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു റാൻഡം സെലക്ഷനാണ്. അതായത് നമ്മളിപ്പോൾ ലോട്ടറി എടുക്കുന്നത് പോലെ ഇരിക്കും. ഇപ്പോൾ ലോട്ടറി എടുത്താൽ നമുക്ക് കിട്ടണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നു, അല്ലേ? KKPP പോലെ, അല്ലേ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന് പറയുന്ന ആ സെയിം KKPP മെത്തേഡാണ് നമുക്കിവിടെയും. നമ്മുടെ ലോട്ടിനകത്ത് നമ്മുടെ പേര് വന്നുവെങ്കിൽ ഓക്കെ, നമ്മൾ ഭാഗ്യവാന്മാരെന്ന് പറയാം. അപ്പോൾ അങ്ങനെ ലോട്ടിൽ നമ്മുടെ പേര് വരണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ റാൻഡം സെലക്ഷനിൽ നമ്മൾ സെലക്ട് ആയിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് ഫർദർ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷനൊക്കെ കൊടുക്കുന്നത് എന്തോ $10 ഉള്ളൂ. അതിൻ്റെ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. അതെല്ലാം നമ്മളിപ്പോൾ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടുപിടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് അവർ ത്രൂ നമുക്ക് ഈ H1B വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളായിട്ട് ഇപ്പോൾ ഇതിനായിട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു പരിചയമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫീസൊക്കെ കൊടുത്തു അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാനും ചിലപ്പോൾ നമുക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ അത് കാലതാമസം നേരിടും. അതിൽ നല്ലൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവരെ ഏൽപ്പിക്കുവാണെങ്കിൽ അവരത് ചെയ്തോളും. പക്ഷേ ഈ എല്ലാ കൺസൾട്ടൻറ്റുമാരും നല്ലതാണെന്ന് ഞാൻ പറയില്ല. സ്കാം ആയിട്ടുള്ള ഒത്തിരി ഏജൻസികളുണ്ട് ഇന്ത്യയിലൊക്കെ. ഒത്തിരി പേര് നമ്മൾ വാർത്തയിലൊക്കെ കാണുന്നതാണല്ലോ, ഒത്തിരി പേരുടെ പൈസയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അവരെ കൊണ്ടുപോകാതൊക്കെ ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെയൊന്നും ചതിയിൽപ്പെടാതെ നമ്മൾ നോക്കണം. അത് കാരണം ആരും ഒരു പൈസയും ആദ്യം ചോദിക്കത്തില്ല. നമ്മുടെ ഈ ഫീ എന്ന് പറയുന്നത് ടോട്ടലി ഒരു $490 നമുക്ക് ചിലവ് വരുന്നുണ്ട്. കാരണം ഈ വിസ ഫീയും നമുക്ക് പിന്നെ അറ്റോർണിക്ക് കുറച്ച് ഫീസ് കൊടുക്കണം. അങ്ങനെ ഈ എല്ലാ പിന്നെ വിസ പ്രോസസ്സിങ്ങിൻ്റെ ഫീയും അറ്റോർണി ഫീയും അങ്ങനെ എല്ലാം കൂടെ കൂടിയാൽ പോലും ഒരു $1,000 താഴെ മാത്രമേ നമുക്ക് H1B വിസയ്ക്ക് ചിലവ് വരുന്നുള്ളൂ. ഒത്തിരി ചിലവുള്ളൊരു വിസ അല്ല ഇത്. ഇനി എംപ്ലോയേഴ്സൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ നമുക്കിപ്പോൾ അതുപോലെ നല്ലൊരു എംപ്ലോയറിനെ കണ്ടുപിടിക്കണം. അത് നമുക്കിപ്പോൾ ഏത് സ്റ്റേറ്റിലോട്ടാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്റ്റേറ്റിൽ നല്ലൊരു ഹോസ്പിറ്റലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ആ എംപ്ലോയർ ത്രൂ നമുക്ക് എല്ലാ പ്രോസസ്സിങ് ചിലപ്പോൾ അവർ തന്നെ നമ്മുടെ
പൈസയെല്ലാം അവർ ചെയ്തോളും. ഇതിനായിട്ട് വേറെ പിന്നെ നമ്മളായിട്ട് മുടക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചില എംപ്ലോയേഴ്സിന് അക്യൂട്ട് ഷോർട്ടേജ് ഒക്കെയാണ് നേഴ്സസിനെങ്കിൽ അവർ പ്രീമിയം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അതായത് സ്പീഡപ്പ് ചെയ്യും, എക്സ്പീഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ വിസ പ്രോസസ്സിംഗ് പെട്ടെന്ന് പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യിപ്പിക്കും. അതിന് $2,500 അതിൻ്റെ ചിലവ് വരുന്നത്. അതൊന്നും നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് പിന്നെ മെഡിക്കൽ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരും IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെയാണ് ഇവിടേക്ക് വരാനായിട്ടുള്ള ചാൻസ് കൂടുതലായിട്ട് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും അതുപോലെ തന്നെ ഹാർഡ്വെയർസും വർക്ക് ചെയ്യുന്നവർ, IT-യിലുള്ളവർ. പിന്നെ നേഴ്സസ്, ഇവിടെ ഹോസ്പിറ്റൽ ഒത്തിരി ഉണ്ട്. അമേരിക്കയിൽ ഒത്തിരി ഹോസ്പിറ്റലൊക്കെ നേഴ്സസിന് ഒത്തിരി ഷോർട്ടേജ് ഉണ്ട്. അപ്പം നമുക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആണ് ഇവർക്ക് വേണ്ടത്. അപ്പം നമുക്ക് നാട്ടിൽ നിന്നും ഒരു നേഴ്സ് രജിസ്റ്റേർഡ് നേഴ്സ് ആകണമെങ്കിൽ നമുക്ക് CGFNS പണ്ടൊക്കെ ആവശ്യമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതിന് പകരം നമ്മൾ NCLEX-RN എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് പാസ്സാവണം. NCLEX-RN എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ലൈസൻഷ്വർ എക്സാമിനേഷൻ ഫോർ രജിസ്റ്റേർഡ് നേഴ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ എക്സാം പാസ്സാവണം. അതുപോലെ തന്നെ നമ്മൾ IELTS അല്ലെങ്കിൽ TOEFL ഓർ OET അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ളൊരു ഇംഗ്ലീഷ് എക്സാം കൂടി നമ്മൾ പാസ്സാകണം. ഇത് രണ്ടും പാസ്സായി കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ CGFNSലോട്ട് അയച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്ക് വിസ സ്ക്രീനിങ് പാസ്സാക്കി തരും. വിസ സ്ക്രീനിങ് കിട്ടണമെങ്കിൽ ഇംഗ്ലീഷും ഈ NCLEX-RNൻ്റെ സർട്ടിഫിക്കേഷനും വളരെ അത്യാവശ്യമാണ്. അപ്പം അതുകൂടാതെ തന്നെ അവർ വിസ സ്ക്രീനിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച നേഴ്സ് സ്കൂളിലോട്ട് അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അയച്ചു കൊടുക്കും. നമ്മുടെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ കസേരയിലിരിക്കുന്ന ആരാണോ അവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം പൂരിപ്പിച്ച് നേരിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. CGFNS അവർ നമ്മുടെ കയ്യിൽ തരത്തില്ല. അവർ തന്നെ FedEx വഴിയായിട്ട് നേരിട്ട് അമേരിക്കയിൽ അയച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നേഴ്സിംഗ് കൗൺസിലിലോട്ടും അവർ ഡോക്യുമെൻ്റ് അയക്കും. അപ്പം ആ വിസ സ്ക്രീനിങ് സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അവർ പൂരിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി നമുക്കൊരു വിത്തിൻ 3 months തന്നെ വിസ സ്ക്രീനിങ് ഒക്കെ നമുക്ക് ഓക്കെ ആയി കിട്ടും. വൺസ് വിസ സ്ക്രീനിങ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 മാസം പോലും എടുക്കത്തില്ല. ഈ H1B വിസയ്ക്ക് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അമേരിക്കയിലെത്താം. ഇനി പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, 65,000 ആൾക്കാർക്കാണല്ലോ വരാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ട്. കാരണം നമ്മുടെ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഇത് 3 ഇയറിലോട്ടാണ് നമ്മൾ വരുന്നത്. 3 ഇയർ കഴിഞ്ഞിട്ട് നമുക്കത് അടുത്ത 3 നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം ഈ വിസ. നമുക്കങ്ങനെ 6 ഇയേഴ്സിലോട്ട് നമുക്ക് നിൽക്കാം. ഇതിനോടകം തന്നെ നമ്മൾ ഗ്രീൻ കാർഡായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എംപ്ലോയി ത്രൂ കൊടുക്കണം. അത് കൊടുത്ത് സാധാരണ എംപ്ലോയേഴ്സ് തന്നെ അതിനുള്ള പൈസയൊക്കെ അവരെടുത്തോളും. അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വൺസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ I-140 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റും. അതുവരെ സ്പൗസിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരാൾ മാത്രം വർക്ക് ചെയ്യാൻ പറയാതെ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ നമുക്ക് ടാക്സ് ആയിട്ട് നല്ലൊരു പൈസ അവരെടുക്കും. നമുക്കിപ്പം ഒരു $1,000 ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു $650 ആയിരിക്കും. ബാക്കിയത്തെ എല്ലാം ഫെഡറൽ ടാക്സ് ആയിട്ടും അല്ലെങ്കിൽ സ്റ്റേറ്റ് ടാക്സ് ആയിട്ടും ഇൻഷുറൻസ് ആയിട്ടും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് മാറും. അപ്പം നമ്മുടെ പിന്നെ നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അമേരിക്കയിലെ സിസ്റ്റം അതല്ല. നമുക്ക് ടാക്സ് കൊടുക്കാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഈവൻ ഒരു $2 സാധനം നമ്മൾ എടുത്താലും അതിനൊരു പെർസെൻറ്റേജ് നമ്മൾ അതിനൊരു ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് ടാക്സ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ കൊടുത്തേ പറ്റും. പിന്നെ ചില സ്റ്റേറ്റുകളിൽ ഇപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്തത് മിസൂറിയിലായിരുന്നു. മിസൂറി സ്റ്റേറ്റിലൊന്നും സ്റ്റേറ്റ് ടാക്സ് ഇല്ലായിരുന്നു. അപ്പം നമുക്ക് ചെറിയ സാലറി ആണെങ്കിൽ പോലും നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റും. കാരണം സ്റ്റേറ്റ് ടാക്സ് ഇല്ല. പിന്നെ നമുക്ക് സാധനങ്ങൾക്കായാലും ഒത്തിരി ചീപ്പാണ്. പിന്നെ എക്സ്പെൻസീവ് ആയിട്ടില്ല. അതായത് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസീവ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളത് വളരെ കുറവാണ്. പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്ന ടെക്സാസിലാണ്. ഇപ്പോൾ ടെക്സാസൊക്കെ കുറച്ചുകൂടി സിറ്റി ഏരിയ ആയതുകൊണ്ടും അതുപോലെ തന്നെ ലീവിങ് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ടും മിസൂറിയിലെ ആ സാലറി കൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അതുപോലെ ഇപ്പോൾ വാഷിങ്ടൺ, ന്യൂയോർക്ക്, കാലിഫോർണിയ ഇങ്ങനെയുള്ള സിറ്റിയൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് ലീവിങ്ങിന്. അപ്പം നമ്മൾ അവിടെയൊക്കെയാണ് നമ്മൾ H1 വിസ ആ സ്റ്റേറ്റിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറിയും കൂടുതലായിരിക്കും. അപ്പം ഒരു മണിക്കൂറിന് തന്നെ അവർ $80 അതിന് മേലെയൊക്കെയാണ് അവർ സാലറി കൊടുക്കുന്നത്. പക്ഷെ നമുക്കതുപോലെ അവിടെ ചിലവുണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ കരുതുന്നത് ഒത്തിരി നല്ലതാണ്. കാരണം ഹസ്ബൻഡിന് ജോലിയില്ല. പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് ലൈസൻസ് എടുക്കണം. കാരണം കാർ വാങ്ങിക്കണം. കാറില്ലാതെ അമേരിക്കയിൽ ജീവിക്കാൻ പറ്റില്ല. പിന്നെ നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കണം. ഇതിനൊക്കെ നമുക്ക് പൈസ വേണം. അപ്പോൾ ചില അപ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നല്ല അപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ 2 മക്കളൊക്കെ ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഒരു നല്ല അപ്പാർട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു $2,000 അടുത്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ ചിലപ്പോൾ അവർ ഒരു
ഒരു മാസത്തെ അഡ്വാൻസ് ആയിട്ട് നമ്മളോട് മേടിക്കാറുണ്ട്. അപ്പം നമ്മുടെ കുറച്ച് പൈസ കരുതി വെക്കണം. പിന്നെ കാറിനൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ വരുന്ന ഉടനെ നമുക്ക് ക്രെഡിറ്റ്സ് ഒക്കെ കാണത്തില്ല. ഇവിടെ എന്ത് സാധനത്തിനും നമുക്ക് ക്രെഡിറ്റ് നോക്കും. ഇപ്പം നമുക്ക് ക്രെഡിറ്റ് നോക്കിയിട്ടാണ് ഇപ്പം നമുക്ക് വീട് തരുന്നത്. അതുപോലെ വണ്ടി ലോണായിട്ട് എന്ത് നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ നല്ല കറക്റ്റായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ പറ്റിക്കുന്ന ആൾക്കാരാണോ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടാണ് നമുക്കിവർ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നത്. അപ്പം നമ്മുടെ ക്രെഡിറ്റ്സൊക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും ഇവിടെ നമുക്ക് പിന്നെ ലോണായിട്ട് തരും. പ്രത്യേകിച്ച് നേഴ്സസിനൊക്കെ 500,000 വരെയുള്ള പിന്നെ ഇപ്പോൾ ഒരു വീടൊക്കെ എടുക്കണമെങ്കിൽ പോലും നമുക്ക് 500,000 വരെ അവർ നമുക്ക് ലോൺ തരും, ഒരുവിധം നല്ല സാലറിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സസിനാണെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ നേഴ്സുമാരും വീടെടുത്ത് താമസിക്കുന്നത്. നമ്മളെല്ലാം വിചാരിക്കും ഇവരുടെയൊക്കെ വീട് അമേരിക്കയിൽ ചെന്ന ഉടനെ അവരൊക്കെ വീടെടുത്തല്ലോ. ഞാനൊക്കെ പണ്ടൊക്കെ ചിന്തിക്കുമായിരുന്നു, നാട്ടിലൊക്കെ ഉള്ള സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ UK-ലും അമേരിക്കയിലൊക്കെ ഉള്ളവർ വീടെടുത്തരി മേഴ്സി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വിളിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഓർക്കുമായിരുന്നു ഇവർക്കൊക്കെ നല്ല സാലറി ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ വീടൊക്കെ എടുത്തല്ലോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് അതിൻ്റെയൊക്കെ സത്യസ്ഥിതി മനസ്സിലായത്. ഒരിക്കലും ഈ വീടൊന്നും നമ്മുടെ സ്വന്തമല്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വന്ന് ഇപ്പോൾ 1 മാസം 2 മാസം ജോലി എടുത്താൽ മാത്രം മതി ഇപ്പം വീടെടുക്കാൻ പറ്റും നമുക്ക്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സാലറി ബേസിക്ക് വെച്ചിട്ട് ഏത് കമ്പനിക്കാരും അല്ലെങ്കിൽ ബാങ്കുകാരും നമുക്ക് ലോൺ തരും. അത് നമുക്കിപ്പോൾ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള വീട് നമുക്ക് എടുക്കാം. പക്ഷേ അത് 30 വർഷത്തോട്ടൊക്കെയാണ് നമ്മൾ സാധാരണ അവർ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സാലറി അനുസരിച്ച് റീപേയ്മെൻ്റ് ആയിട്ട് എല്ലാ മാസത്തിലും നമ്മൾ തിരിച്ചടച്ചാൽ മതി. അങ്ങനെയൊക്കെയാണ് ഇവിടെ ആൾക്കാർ വീടൊക്കെ എടുക്കുന്നത്. ആർക്കും സ്വന്തം പൈസ ഉണ്ടായിട്ടല്ല. അപ്പോൾ H1B വിസ വരുന്നവർക്കും വീടൊക്കെ എടുക്കാം. പക്ഷേ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനൊന്നും പറ്റത്തില്ല. നമുക്കൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് തന്നെ താമസിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് സാധാരണ നമ്മൾ ഗ്രീൻ കാർഡ് വിസയിലൊക്കെ ഉള്ളവർക്കാണ് നമുക്ക് ലോണൊക്കെ കിട്ടാനും കൂടുതൽ ചാൻസ് ഉള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയറിൻ്റെ അടുത്ത് എംപ്ലോയർ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കും വിസ പ്രോസസ്സിങ്ങിനുള്ള, അതായത് നമ്മുടെ എമിഗ്രൻ്റ് വിസയ്ക്കുള്ള. വൺസ് എമിഗ്രൻ്റ് വിസ ചെയ്ത് I-140 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ നമുക്ക് സെറ്റിലാകാൻ പറ്റും. പിന്നെ നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരാം. 21 വയസ്സ് പൂർത്തിയാകാത്ത അതുവരെയുള്ള 21 വയസ്സ് വരെയുള്ള പിള്ളേരെ നമുക്ക് കൊണ്ടുവരാം. 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല. വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. 12ാം ക്ലാസ് വരെ അമേരിക്കയിൽ ഫ്രീ വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പൈസ കൊടുക്കേണ്ടതുള്ളൂ. പക്ഷേ കോളേജ് എഡ്യൂക്കേഷനൊക്കെ ഇവിടെ നല്ല എക്സ്പെൻസീവാണ്. ഇപ്പം നേഴ്സിംഗൊക്കെ പഠിക്കണമെങ്കിൽ തന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു BS നേഴ്സായിട്ട് പുറത്ത് വരാം. പക്ഷേ ഇവിടെ ഒരു BS നേഴ്സായിട്ട് പുറത്ത് വരണമെങ്കിൽ നമ്മുടെ ഒരു മിനിമം $40,000 എങ്കിലും പിള്ളേർക്ക് ഫീസായിട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ളതാണ് ഇവിടുത്തെ. പിന്നെ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന കമ്മ്യൂണിറ്റി കോളേജുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ കൂടുതലായിട്ടുള്ള അറിവ് കിട്ടും. നമുക്ക് ഇപ്പം ലോ ബഡ്ജറ്റിൽ പഠിച്ചിറങ്ങാൻ പറ്റിയതാണ് കമ്മ്യൂണിറ്റി കോളേജ്. ഇപ്പോൾ സാധാരണ നമുക്കിപ്പോൾ ഒത്തിരി വർഷമൊന്നും ആകാതെ അമേരിക്കയിലായിട്ടില്ലാത്തവർക്കൊക്കെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് എടുക്കുന്നത് കമ്മ്യൂണിറ്റി കോളേജിലാണ് എല്ലാവരും പഠിച്ചത്. ഇപ്പം ഞങ്ങളുടെ താമസിക്കുന്ന ഹൂസ്റ്റണിലൊക്കെ കമ്മ്യൂണിറ്റി കോളേജ് ഇഷ്ടം പോലെയുണ്ട്, ഹൂസ്റ്റൺ സിറ്റിയിലൊക്കെ. അപ്പം അങ്ങനെ ഒത്തിരി എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മക്കളൊക്കെ കമ്മ്യൂണിറ്റി കോളേജ്, ഈവൻ എൻ്റെ മോൻ പഠിക്കുന്നതും കമ്മ്യൂണിറ്റി കോളേജിലാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ചിലവ് കുറച്ചായിട്ടും പഠിക്കാൻ പറ്റും. അതൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പം H1B വിസയ്ക്ക് വരാൻ താമസം ആഗ്രഹമുള്ള ഏതൊരു നേഴ്സസിനും എൻ്റെ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. പിന്നെ വൺസ് നമുക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ 3 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് വിസ കിട്ടുമെന്ന്. അപ്പം വിസ കിട്ടാനായിട്ട് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെല്ലുന്നത് USCIS എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ സർവീസ് സിറ്റിസൺ ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്നാണ് USCIS ഫുൾ ഫോം. അപ്പം ഈ ഒരു സ്ഥലത്തോട്ടാണ് നമ്മുടെ ഈ പ്രോസസ്സിംഗ് എല്ലാം കഴിയുമ്പോൾ ചെല്ലുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഡോക്യുമെൻ്റ് കിട്ടണം. അതിൻ്റെ പേരെന്ന് പറയുന്നത് I-797 എന്നാണ്. ഇപ്പം നമ്മൾ I-140 എന്നൊക്കെ പറയുന്ന പോലെ I-797 എന്നുള്ള ഒരു കാർഡാണ് നമുക്ക് കിട്ടുന്ന ഡോക്യുമെൻറ്റ്. അപ്പോൾ ആ ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ കോൺസുലേറ്റിലോട്ടൊക്കെ, അതായത് കോൺസുലേറ്റ് എംബസിലോട്ടൊക്കെ വിടും. അവിടുന്ന് നമുക്ക് എംബസി ഇൻ്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് മദ്രാസിലൊക്കെ നമ്മുടെ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും H1Bക്കാർക്ക്. പക്ഷേ EB3 ആണെങ്കിൽ നമ്മൾ ഡൽഹി ബോംബെയിലൊക്കെ പോകേണ്ടി വരും. കാരണം മദ്രാസിൽ അത് EB3 വിസ ഇഷ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കൊക്കെ ഞാനൊക്കെ എംബസി ഇൻ്റർവ്യൂ കഴിഞ്ഞത് ബോംബെ വെച്ചായിരുന്നു. മദ്രാസിൽ അതിനുള്ള അലൗഡല്ല. അപ്പം അങ്ങനെ നമുക്ക് വൺസ് ഒന്ന് നമ്മുടെ പിന്നെ ബയോമെഡിക്കൽ കഴിയണം. അതായത് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഒക്കെ എടുക്കും, അവർ അതിന് ഫോട്ടോ ഒക്കെ എടുക്കും. ഫിംഗർ പ്രിൻ്റ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എംബസി ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിനാണ് നമ്മൾ അമേരിക്കയിൽ പോകുന്നത്,
അപ്പം ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ഡിപ്പെൻഡൻ്റ് ഉണ്ടെങ്കിൽ അവരോടും ചോദിക്കും. അപ്പം നമുക്ക് അവിടുത്തെ സാലറി എത്രയാണ്. പിന്നെ ഒരു കാര്യം അവർ ചോദിക്കുന്നത് ജോബ് ഓഫർ ഉണ്ടോ ഇല്ലയോ. ആ ജോബ് ഓഫർ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. H1B വിസ റെഡി ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എംപ്ലോയർ അയച്ചു തരുന്ന ഒരു ഓഫർ ലെറ്ററാണ് ഈ ജോബ് ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ അവേർലി സാലറിയും നമ്മുടെ ആനുവൽ ഇൻകം ഒക്കെ അതിനകത്ത് കാണിക്കും. നമ്മൾ ഏത് പൊസിഷനിലോട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കുന്നതാണ് ഈ ജോബ് ഓഫർ ലെറ്റർ. അപ്പോൾ ഈ ജോബ് ഓഫർ ലെറ്റർ നമ്മൾ അവിടെ കാണിക്കണം. കൂടാതെ നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ എല്ലാം നമ്മുടെ നേഴ്സിങ്ങിൻ്റേത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാം നമ്മളെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വിസ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ പാസ്പോർട്ടിൽ തന്നെ അവർ വിസ അടിച്ചു തരും. പിന്നെ നമുക്ക് വന്ന് ജോലി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം എല്ലാവരും പിന്നെ ഈ H1B വിസയ്ക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ വീഡിയോ കേട്ട് തന്നെ കുറച്ച് ഇൻഫർമേഷൻ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.